നിന്ന് ആരംഭിച്ച രാഷ്ട്രീയ ദൗത്യം, അതിനും എത്രയോ മുൻപ് 4 വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ മുതൽ ആരംഭിച്ച പോരാട്ടം, 1 നൂറ്റാണ്ടോളം ദൈർഘ്യമുണ്ട് ആ പോരാട്ടങ്ങൾക്ക്. അന്നത്തെ സാമൂഹിക സാംസ്കാരിക സ്ഥിതികളിൽ നിന്ന് ഇന്ന് എത്രയൊക്കെ മാറ്റം വന്നു എന്ന് പറയുമ്പോഴും VS അന്നുയർത്തിപ്പിടിച്ച അവകാശ പോരാട്ടങ്ങൾക്ക് ഇന്നെന്ത് പ്രസക്തി എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴും ലോകം നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്ന യുദ്ധസമാന സാഹചര്യങ്ങളും സംഘർഷങ്ങളും വെളിപ്പെടുത്തുന്നത് VS ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രവും VS കാണിച്ച വഴിയും അദ്ദേഹം നടന്നു തീർത്ത സമരപാതകളും എന്നും പ്രസക്തമായിരിക്കും എന്ന് തന്നെയാണ്. അവിടെയാണ് VS ഉയർത്തിയ ചോദ്യങ്ങളിലേക്ക് തിരിച്ചെത്തുന്നത്. ഓർമ്മകൾക്കൊപ്പം ചോദ്യങ്ങളും എന്നും ഉണ്ടായിരിക്കണം എന്ന നിർദ്ദേശം കൂടി നമുക്ക് നൽകിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ VS എന്ന യുഗപുരുഷൻ കടന്നു പോകുന്നത്. രാഷ്ട്രീയ ദൗത്യങ്ങൾക്കും സമര പോരാട്ടങ്ങൾക്കും അപ്പുറത്തേക്ക് ശരിയുടെയും നീതിയുടെയും നിലപാടുകളുടെയും മറുവാക്കുകൂടിയായിരുന്നു VS എന്ന മനുഷ്യൻ. തീർച്ചയായും ജനാധിപത്യത്തിന് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ ഇനിയും മിസ് ചെയ്യും. പ്രമുഖ കാർട്ടൂണിസ്റ്റായ EP ഉണ്ണിയുടെ ഇന്നലത്തെ കാർട്ടൂൺ അങ്ങനെയായിരുന്നു. അത് അർത്ഥഗർഭമാവുകയാണിപ്പോൾ. EP ഉണ്ണി വരച്ച കാർട്ടൂണിൽ VS അച്യുതാനന്ദൻ്റെ ജനിച്ച വർഷവും മരിച്ച വർഷവും എഴുതിയ ശിലാഫലകം, ആ ശിലാഫലകത്തിൻ്റെ മുകളിൽ മഴ പെയ്യുന്നു. അതിൻ്റെ അരികിൽ ഒരു കുട്ടി നിൽക്കുന്നു. ആ കുട്ടി പറയുന്ന രീതിയിലാണ് ആ കാർട്ടൂൺ വന്നിട്ടുള്ളത്. ഡെമോക്രസി നിശ്ചയമായിട്ടും ഈ ഒരു പ്രതിപക്ഷ നേതാവിനെ മിസ് ചെയ്യും എന്നുള്ളത്. എല്ലാ കാലത്തും പ്രതിപക്ഷത്തായിരിക്കുക എന്ന് പറയുന്നതിനോളം വലുതായി മറ്റൊന്നും ജനാധിപത്യത്തിലില്ല. എല്ലാ ആൾക്കൂട്ടവും തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, എതിർപ്പുയർത്തുന്ന ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു പക്ഷേ മുഖ്യമന്ത്രി ആയിരുന്നതിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുള്ള ആവേശവും അതിൻ്റെ ഉന്മാദവും എല്ലാം VS അനുഭവിച്ചിട്ടുണ്ടാവുക പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തായിരിക്കണം. പ്രതിപക്ഷത്തായിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ജനാധിപത്യ മൂല്യങ്ങൾക്കൊപ്പം നിൽക്കുന്നതിൻ്റെ രക്തം തിളച്ചു കയറൽ ഓരോ യഥാർത്ഥ നീതിമാനിലും ഉണ്ടാവുക. എനിക്കെൻ്റെ രക്തം തിളയ്ക്കുന്നു എന്ന് പറയുന്നത് ഒരു നീതിമാന് മാത്രം സംഭവിക്കുന്നതാണ്. ഒരു അനീതി ഒരു തെരുവിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അനീതിയുടെ ചോരപ്പാടുകൾ പടരും മുമ്പേ അവിടെ എത്തി ആ ചോരപ്പാടുകളിൽ മുറിവ് വെച്ച് അതിന് കാരണം ആയിട്ടുള്ള ഒന്നിനെ എതിർക്കാൻ തോന്നുന്നതാണ് ഒരു യഥാർത്ഥ നീതിമാൻ്റെ രീതി എന്ന് പറയുന്നത്. VS ആ ഒരു നീതിമാൻ്റെ തലത്തിലേക്ക് എത്രത്തോളം ഉയർന്നു എന്നതിന് ഉത്തരമില്ല. ആ ഉത്തരം ഒരുപക്ഷെ ഈ ആൾക്കൂട്ടം ആയിരിക്കാം. രക്തസാക്ഷികളുടെ ചോര വീണ മണ്ണിൽ അവർ അന്തിയുറങ്ങുന്ന പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ കേരളത്തിൻ്റെ ജനപ്രിയ നേതാവ് VS എത്തുന്നു. അന്ത്യാഭിവാദന യാത്രാ വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കുകയാണ്. പുറത്ത് വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തെ ഏറ്റുവാങ്ങാൻ ചുവന്ന പുഷ്പദളങ്ങളാൽ അലങ്കരിച്ച ചിത ഒരുങ്ങിയിട്ടുണ്ട്. ഇക്കാലമത്രയും പാർട്ടിയിൽ തൻ്റെ കൂടെ നിന്ന, ആശയപരമായിട്ട് എതിർക്കുമ്പോഴും പ്രത്യക്ഷത്തിൽ കൂടെ നിന്ന സഖാക്കൾ എല്ലാവരും അവിടെയുണ്ട്. മുൻ നിശ്ചയിച്ച സമയക്രമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് വെയിലും മഴയും വകവയ്ക്കാതെ കാത്തിരുന്ന ജനലക്ഷങ്ങളുടെ അന്ത്യ അഭിവാദ്യം ഏറ്റുവാങ്ങാൻ, യാത്രാമൊഴി ഏറ്റുവാങ്ങാൻ VS ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു യാത്രയില്ല. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കൈകളുടെ ചുരുട്ടിയ മുഷ്ടികൾ VSന് വേണ്ടി അർപ്പിക്കാനുള്ള അന്ത്യാഭിവാദ്യങ്ങളെല്ലാം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങിയ വിലാപയാത്ര, അന്ത്യാഭിവാദി യാത്ര 22 മണിക്കൂറോളം പിന്നിട്ടാണ് ജന്മനാട്ടിൽ എത്തിയത്. ഓർക്കുക, തലസ്ഥാനത്ത് നിന്ന് പുന്നപ്രയിലേക്ക് 151 കിലോമീറ്ററായിരുന്നു ദൂരം. സാധാരണ
3.5 മണിക്കൂർ കൊണ്ട് ബസ്സുകൾ ഓടിയെത്തുന്ന അകലം. പക്ഷേ ഹൃദയങ്ങളിലേക്ക് കൈമാറി മുറിയാത്ത മുദ്രാവാക്യങ്ങളുടെ ചിറകിൽ VS-നെ ജന്മനാട്ടിലെത്തിച്ചപ്പോഴേക്കും പുറപ്പെട്ടിട്ട് 22 മണിക്കൂർ പിന്നിട്ടിരുന്നു. ഇതാ പൂർണ്ണമായും ആ സ്ഫടിക പേടകത്തിൽ നിന്ന് VS-നെ പുറത്തെടുത്തിരിക്കുന്നു. പുന്നപ്രയുടെ ശ്വാസം, പുന്നപ്രയുടെ ഗന്ധം, പുന്നപ്രയുടെ ചോര വീണ മണ്ണിൻ്റെ ഗന്ധം ഒരുപക്ഷേ ഇപ്പോൾ VS-ൻ്റെ ശരീരത്തിലേക്ക് പുന്നപ്രയുടെ ആകാശങ്ങളിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളികളിൽ ചിലതെങ്കിലും പതിക്കുന്നുണ്ടാവും. ജനിച്ച നാട്ടിലെ മഴയുടെ ഗന്ധം, ജനിച്ച നാട്ടിലെ മഴയുടെ കുളിർമ, ജനിച്ച നാട്ടിലെ വെയിലിൻ്റെ ഊഷ്മളത. ഒരു മൃതദേഹത്തിൻ്റെ ഭാഷയിൽ അത് പറയുന്നത് ഉചിതമല്ല, പക്ഷേ ഇവിടെ അത് ചേരും. VS എത്രത്തോളം പ്രത്യയശാസ്ത്രപരമായ കാർക്കശ്യങ്ങളിൽ നിൽക്കുമ്പോഴും ഒരു കുഞ്ഞരികിലെത്തിയാൽ ആ നിമിഷം മറ്റൊരാളായിട്ട് മാറുന്ന, അച്ചുമാമനായിട്ട് മാറിയിരുന്ന ആ മാറ്റം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വൈകാരികേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ സഫലമായ ഉദാഹരണമായിരുന്നു. അതുകൊണ്ടാണ് പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിലെ ആകാശങ്ങളിൽ നിന്ന് പെയ്യുന്ന ഈ മഴത്തുള്ളികൾ അദ്ദേഹത്തിൻ്റെ പട്ട് ചുവന്ന ചെമ്പട്ടുടുപ്പിച്ച ആ ശരീരത്തിലേക്ക് വീഴുന്ന മഴത്തുള്ളികൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവും എന്ന് പറയുന്നത് അതിവൈകാരികമാണെങ്കിലും അത് പറയുക എന്നതാണല്ലോ എല്ലാ പ്രത്യയശാസ്ത്ര ധാർഢ്യങ്ങൾക്കും അപ്പുറം നമ്മളെ വൈകാരികമായിട്ട് ചേർത്ത് നിർത്തുന്നത്. ചെങ്കടലിനു കീഴെ ഇന്ന് സമരസൂര്യൻ അസ്തമിക്കുന്നു, അല്ലെങ്കിൽ ചെഞ്ചുവപ്പ് നിറമണിഞ്ഞ ആകാശത്തിനു കീഴെ VS എന്ന സമരനായകൻ മടങ്ങുന്നു. അതീവ കാൽപ്പനികമായ ടാഗ് ലൈനുകളോടെയാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ എല്ലായിടത്തും മുൻകൂട്ടി നിശ്ചയിച്ച ചട്ടങ്ങളോട് കാണിക്കുന്ന ഒരു ലംഘനം, ആ ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്ത് കടക്കാൻ അദ്ദേഹം കാണിക്കുന്ന ആ വെമ്പൽ, അത് ഈ സംസ്കാരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലും അതേപോലെ ആയി എന്നുള്ളത് യാദൃശ്ചികമായിരിക്കാം. എങ്കിലും അതിനൊരു സൗന്ദര്യമുണ്ട്. ഈ ഒരു അവസരത്തിൽ പോലും ഇത്തരത്തിൽ ആ ചെഞ്ചുവപ്പ് നിറമണിഞ്ഞ ആകാശത്തിനു കീഴെ ചെങ്കൊടി പുതച്ച് കിടക്കുന്ന VS-ൻ്റെ ദൃശ്യങ്ങൾ മനസ്സിൽ കാണുമ്പോഴും അതിൽ നിന്നെല്ലാം വിഭിന്നമായി കനത്ത മഴ